ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനിസ് മഞ്ജു. ഞങ്ങൾ ഇന്ന് മറ്റൊരു ഡിസ്കഷനുമായിട്ട് വന്നേക്കാണ്. ഇന്നത്തെ ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ആ പ്രൊഫഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്, ഇതിനകത്ത് നമ്മൾക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്. പല പല ഹാബിറ്റ്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ആനിസ് മഞ്ജു. ഞാൻ മോൺട്രിയാലിൽ 24 ഇയേഴ്സ് ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാൻ ഈ ഓൺലൈൻ ബിസിനസ്സിലെ ഒരു മെൻറ്റർ കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ട് സോണിയോടാണ് ചോദിക്കുന്നത്. സോണിയെ പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണ് സോണിയയുടെ ഹാബിറ്റ്സ് എന്നൊക്കെ ഒന്ന് പറയാമോ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. ഞാനിപ്പോ എഡ്മണ്ടണിലാണ്. മെൻറ്ററാണ്, ഒരു ആക്ട്രസ് ആണ്, ഒരു ഡാൻസറൊക്കെ കൂടിയാണ്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ വന്നേ പിന്നെ കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ഒരാൾ കാണുമ്പം ഓക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു താങ്ക് യു പറയുക എന്നുള്ളതല്ലാതെ അതിലുപരി കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മളെ ലൈഫിൽ എങ്ങനെ അത് മാറ്റിമറിക്കും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഈ ഒരു ബിസിനസ്സിൽ വന്നേ പിന്നെ. ഓരോ ബുക്സ് ആണെങ്കിലും എങ്ങനെയാണ് നമ്മളെ അതിനെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത്. പിന്നെ എനിക്ക് വന്നൊരു ഇതാണ് ഗോൾസ് എഴുതി വെക്കുക എന്നുള്ളത്. മുമ്പ് ആ ഫ്ലോയിൽ അങ്ങനെ പോവുമായിരുന്നു. എന്താണോ ഉള്ളത് ഓരോ ദിവസം ഒരു ഗോൾസും ഇല്ലാതെ ആ ലൈഫ് പോകുന്നതിൻ്റെ കൂടെ അങ്ങ് പോവുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെയാണ് നമ്മൾ ഗോൾസ് ഓരോ ദിവസവും എഴുതി വെക്കുമ്പോഴുള്ള നമ്മുടെ ലൈഫിലെ ചേഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അത് വെറുതെ എഴുതി വെക്കലല്ല, നമ്മൾ മനസ്സിരുത്തി ഓക്കെ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഗോൾസ്. അത് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഈ ഗോൾസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഓരോ പ്രാവശ്യം റിമൈൻഡ് ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അത് സീരിയസ്ലി ഞാൻ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തതും ഒക്കെ ഈ ബിസിനസ്സിൽ വന്നേ പിന്നെ ആ വിഷൻ ബോർഡിലുള്ള കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചതും അതൊക്കെ നടക്കുന്നതും ഒക്കെ ഒരു ഒരു മാജിക് പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. മുമ്പ് അതൊന്നും ചെയ്തിട്ടുമില്ല, വിഷൻ ബോർഡ് എന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല. അപ്പം ഇപ്പോഴും എൻ്റെ വാൾപേപ്പറായിട്ട് എൻ്റെ വിഷൻ ബോർഡ് എപ്പോഴും കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എൻ്റെ ലൈഫിൽ വന്ന കുറേ പോസിറ്റീവ് കാര്യങ്ങളാണ്. വേറെ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. വേറെ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ലൈഫിനോടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുക്കാനുള്ള ഒരു മനസ്സ്, ഇല്ലെങ്കിൽ എന്നെ പോസിറ്റിവിറ്റി മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുക, നെഗറ്റീവ്സിനെ അധികം ചെവി കൊടുക്കാതിരിക്കുക. ബാക്കിയുള്ളവർ എന്തൊക്കെ നെഗറ്റീവ്സ് പറഞ്ഞാലും അതിനെടുക്കാതെ, ഇല്ലെങ്കിൽ അത് പോസിറ്റീവായി എടുത്തിട്ട് പോസിറ്റീവിൽ മാത്രം നിൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈ ബിസിനസ്സിൽ വന്നേ പിന്നെ. ഇത്രയും ഈ ഹാബിറ്റ്സ് ആയിട്ട് വന്നത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യലും ഈ ഗോൾസ് എഴുതലും ഒക്കെ അത് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോച്ച് വിനീതൊക്കെ എന്താ ഇപ്പൊ കുറച്ച് കൊല്ലമായിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം വലിയൊരു ചേഞ്ച് തന്നെ വിനീതൊക്കെ വന്നിട്ടുണ്ടാവും. എന്താണ് വിനീതയുടെ മാറ്റം? സോണി പറഞ്ഞ എല്ലാം ഒട്ടുമിക്ക കാര്യങ്ങളും എനിക്കുമായിട്ട് ഈസി ആയിട്ട് റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബിഫോർ ദാറ്റ് മൈസെൽഫ് വിനീത, ഐ എം കമ്മിങ് ടു യു ഫ്രം വാങ്കൂവർ, കാനഡ. ഞാൻ രജിസ്റ്റേർഡ് നഴ്സാണ് പ്രൊഫഷൻ. ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് എന്താ പറയുക, ഈ ഒരു ബിസിനസ് സൈഡ് ഹസലായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവഞ്ച്വലി പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു പോക്കറ്റ്സ് ഓഫ് ടൈം നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു ധാരണയില്ല. അപ്പം നമ്മൾ അത് അറിയത്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽം ആവും, നമുക്ക് എക്സ്പെക്ടേഷൻസ് കൂടും. ആ എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കര പ്രശ്നമായിരിക്കും, സ്ട്രെസ്ഡ് ഔട്ട് ആവും. അപ്പം അങ്ങനെ അല്ലാതെ എങ്ങനെ ചെയ്യാം, നമുക്ക് അത് കിട്ടുന്ന സമയത്ത് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നേ പിന്നെയാണ്. കാരണം അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുമ്പം ഇത് സക്സസ് ഓൾവേസ് ലീവ്സ് എ ക്ലൂ അല്ലേ.
അപ്പോൾ അവർ പറഞ്ഞു തരുന്ന ആ ഒരു ഫുട് പ്രിന്റ് അനുസരിച്ച് ഫോളോ ചെയ്തപ്പം ഇറ്റ് ആക്ച്വലി ഹെൽപ്സ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പോൾ സോണിയ പറഞ്ഞ ജേർണലിംഗ് ആണെങ്കിലും എന്താ പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ബേസ്ഡ് ഓൺ റോണ്ട ബേണിൻ്റെ ദ മാജിക് അല്ലെങ്കിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മെനി ടൈംസ് പേഴ്സണൽ ലൈഫിൽ അത്രയും ഹാർഡായിട്ട് തിങ്സ് ഹാപ്പൻ ചെയ്തപ്പോഴാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എല്ലാ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാൻ വേണ്ടിയിട്ട് ഒരു പെർസെപ്ഷൻ തന്നെ ചേഞ്ച് ചെയ്ത വലിയൊരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ ജേർണലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബുക്ക് റീഡിങ്. ഈ ഇങ്ങനെ ഒരു ഹാബിറ്റേ ഇല്ലാതിരുന്ന ഒരാളാണ്. എന്നെ അറിയാവുന്നവർക്ക്, നേരത്തെ അറിയാവുന്നവർക്ക് അറിയാം, പഠിക്കാനുള്ള ആ ബുക്കുകൾ, നഴ്സിംഗ് ബുക്സുകളൊക്കെ മാത്രം വായിച്ച് വന്ന ഒരാളാണ്. അതിന് ഉപരി ഒരുപാട് നല്ല നല്ല ബുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് ഇപ്പോഴും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ബുക്ക് മാക്സിമം വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു 10 പേജസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ആണെങ്കിൽ പോലും അത് ഇൻറ്റൻഷനലി ആ ഒരു ടൈം എടുത്ത് ആ ഒരു ബുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്താറുണ്ട്. അപ്പം അതൊന്നും നേരത്തെ ഇല്ലാതിരുന്ന ഒരു കുറേ കാര്യങ്ങളിൽ ഒന്നാണ്. പിന്നെ എന്താണ് വിനീതയോട് ചോദിക്കാം ബാക്കി. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേര് വിനീത. ഞാൻ ആൽബർട്ട കാനഡയിൽ നിന്നാണ്. പിന്നെ ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ഇപ്പൊ ഞാൻ ഒരു മോം ആണ്. ഒരു 4 month old ബേബി ഉണ്ട് എനിക്ക്. സോ ബേബി ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ മോർണിംഗ്സ് ഒക്കെ വളരെ ഡിഫറെന്റ് ആണ്. എല്ലാ ദിവസവും എല്ലാ മോർണിംഗ്സും സെയിം ഒന്നുമല്ല, എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. സോണിയയും വിനീതയും പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രേറ്റ്ഫുൾ എന്നും പറഞ്ഞ്. അതിൽ ഞാൻ 3 കാര്യങ്ങൾ എഴുതും. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ 3 ഞാൻ എഴുതും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യങ്ങളെ കുറിച്ചോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വായിച്ചപ്പോഴാണ് കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചത്. ആ ഒരു ബുക്കിനെ കുറിച്ച് എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എല്ലാം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞതും ഇപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്നതും. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്, ഒരു അമ്മ ആയതുകൊണ്ട് തന്നെ എൻ്റെ ലൈക്ക് എപ്പോഴും ബേബിക്ക് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ അഫർമേഷൻസ് കേൾക്കാറുണ്ട്. അത് അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുവാനുള്ള കാര്യം ചെയ്യാറുണ്ട്. അതും ഞാൻ ഈ ബിസിനസ്സിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഗോൾസ് എഴുതാറുണ്ട്. ഡെയിലി ഗോൾസ് ആണ് ഞാൻ ചെയ്യാറ്. അപ്പോ എന്താണ് ഇന്നത്തെ, ഇപ്പൊ അത് പേഴ്സണൽ കാര്യങ്ങളും ഉണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ അത് മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇൻ കേസ് ഇപ്പൊ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ രാത്രി അതൊന്ന് റീവിസിറ്റ് ചെയ്യും. വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ മാക്സിമം തീർക്കും. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ ഇന്റൻഷനലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യലാണ്. അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ എന്ത് തോട്ട് വന്നാലും, ഇപ്പൊ ഒരു നെഗറ്റീവ് തോട്ട് വന്നാലും ഞാനത് മാക്സിമം അത് പോസിറ്റീവ് ആക്കാൻ ഞാൻ നോക്കാറുണ്ട്. എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ഇന്റൻഷനലി ഞാൻ ചെയ്യുന്നതാണ്. അതൊക്കെയാണ് ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത്. ലൈക്ക് ലോ ഓഫ് അട്രാക്ഷൻ ആണ് അതിൽ മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോ നെഗറ്റീവായിട്ട് ഇപ്പൊ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റിവിറ്റീസ് ആയിരിക്കും കൂടുതലും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും പോസിറ്റീവായിട്ട് ഓരോ സിറ്റുവേഷൻ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എന്റെ ഡെയിലി പ്രാക്ടീസസ്. ഇതൊക്കെയാണ് എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുന്ന കാര്യങ്ങൾ. ബാക്ക് ടു മഞ്ജു. താങ്ക് യു വിനീത. സോ ഇതൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. ഞാനും ഇതേമാതിരി തന്നെയാണ്. ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതില്ലേ, അതേമാതിരി തന്നെ ഞാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. എനിക്ക് മോർണിംഗിൽ അധികം ടൈം കിട്ടാറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്നുറങ്ങണേക്ക് മുമ്പ് എനിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 hour ഞാൻ സ്പെൻഡ് ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാൻ സറൗണ്ട് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അത് മറ്റൊരു നല്ല കാര്യമാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിസിനസ്സിൽ ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി ഈസ് അമേസിങ്. അപ്പം അങ്ങനെ ആ പോസിറ്റിവിറ്റി ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ ഒരു പോസിറ്റിവിറ്റി അതും ഭയങ്കര നല്ലൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് വീക്കിലി ഒരു മീറ്റിംഗ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ ആയിട്ട് പോകുന്ന ഈസ് ഗിവിങ് അസ് എ ഗുഡ് പോസിറ്റിവിറ്റി.
പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന നെഗറ്റിവിറ്റി അധികം എടുക്കാതിരിക്കാനാണ് ഞാനും നോക്കാറുള്ളത്. ഞാൻ അപ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഫുൾ ടൈം എംപ്ലോയി ആണല്ലോ. ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ ബിസിനസ്സിൻ്റെ ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് പരമായിട്ടുള്ളത് കേൾക്കുക, അഫർമേഷൻ കേൾക്കുക, പിന്നെ പോഡ്കാസ്റ്റ്, നല്ല നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന പോഡ്കാസ്റ്റ്, പിന്നെ എന്താ പറയുക, ലൂയിസ് ഹേയുടെ വീഡിയോസ്, അങ്ങനെ പല കാര്യങ്ങൾ കേട്ട് പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എന്റർപ്രണർ ആയിട്ട് ഇരിക്കുമ്പോൾ, അതും ഓൺലൈനിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കുറേ അധികം നെഗറ്റിവിറ്റി നമ്മൾക്ക് കിട്ടും. അപ്പം അതിനെയൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് മാറ്റുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതൊക്കെയാണ് ഞാനും ചെയ്യുന്നത്. സോ ഇന്നത്തെ ഡിസ്കഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾ റൈറ്റ്, സോ യാ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ എവ്രി വൺ.